പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതയാത്രയാണ് ഈ കുരിശുമായി ഞങ്ങൾ നടത്തുന്നത്. ഞങ്ങളുടെ കണ്ണുനീരിൻ്റെ, ആകുലതയുടെ, ഞങ്ങളുടെ അസ്വസ്ഥതകളുടെ കുരിശുമായി ഞങ്ങൾ നിൻ്റെ പിന്നാലെ നടക്കുകയാണ്. ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ ബലം നീ ചുമന്ന കുരിശാണ്. കാരണം ഞങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ് നീ കുരിശ് ചുമന്നത്. ഞങ്ങളുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടിയാണ് നീ കുരിശ് ചുമന്നത്. ആ വലിയ സ്നേഹത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ ഈ കുരിശിൻ്റെ വഴിയുടെ പിന്നാലെ നടക്കുകയാണ്. പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങൾ വല്ലാതെ തളർന്നു പോകുമ്പോൾ, ഞങ്ങൾ തേങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ഞങ്ങൾ നിസ്സഹായതയിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് തുണയായിരിക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഒന്നാം സ്ഥലം, ഈശോയെ മരണത്തിന് വിധിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഒരു കുറ്റവും ചെയ്യാത്തവൻ വല്ലാത്ത കുറ്റക്കാരനായി അപഹസിക്കപ്പെടുകയാണ്. പീലാത്തോസിൻ്റെ ഭവനത്തിൽ അധികാരത്തിൻ്റെ ആജ്ഞയുടെ മുന്നിൽ അവൻ പക്ഷേ നെഞ്ചു നിവർത്തി നട്ടെല്ല് വളയ്ക്കാതെ സത്യമാണ് ഞാനെന്ന ഉത്തമ ബോധ്യത്തോടെ നിൽക്കുകയാണ്. അവനറിയാം വിധി മരണമാണെന്ന്. പക്ഷെ ആ മരണത്തെ ഭയമില്ലാതെ സത്യത്തിൻ്റെ പിന്നാലെ നിൽക്കുന്നവന് ആരെ ഭയക്കാനാണ്? അവൻ ധീരനായിരിക്കും. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ചില നിമിഷങ്ങളിൽ ഞങ്ങൾ വല്ലാതെ ചെറുതായി പോകുന്നു. നിൻ്റെ ധൈര്യമൊന്നുമില്ലാതെ, ആർജവമില്ലാതെ ചില വിധികൾക്ക് മുന്നിൽ കോംപ്രമൈസ് ചെയ്യുന്ന ചെറിയ മനുഷ്യരായി ഞങ്ങൾ ചുരുങ്ങുന്നു. കാരുണ്യവാനായ തമ്പുരാനെ, ആര് ഞങ്ങളെ വിധിച്ചാലും സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ ഒരധികാരത്തിനും കുനിഞ്ഞു കൊടുക്കാതെ ദൈവേഷ്ടത്തിന് മാത്രം ജീവിതത്തെ ബലിയായി നൽകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. രണ്ടാം സ്ഥലം, ഈശോ കുരിശ് ചുമക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ശാപത്തിൻ്റെയും ശിക്ഷയുടെയും പ്രതീകമായ കുരിശാണ് അവൻ്റെ ചുമലിൽ ഇരിക്കുന്നത്. അത് ഭാരമുള്ളതാണ്. എല്ലാ ഭാരങ്ങളും ഒരു വേള കുരിശായി ഞങ്ങൾക്ക് തോന്നാറുണ്ട്. ആ കുരിശൊന്ന് മാറിക്കിട്ടിയിരുന്നെങ്കിലെന്ന്. കർത്താവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം, ഈ കുരിശ് ഞങ്ങളിൽ നിന്ന് മാറ്റിത്തരണമേ എന്നാണ് എപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥന. എന്നാലും ഈശോയെ, നീ ഞങ്ങളോട് കൃത്യമായി പറയുന്നുണ്ട്, നീ നിന്നെ തന്നെ പരിത്യജിച്ച് നിന്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കുക. കുരിശില്ലാത്ത മനുഷ്യരില്ല. കുരിശില്ലാതെ ഒരു മനുഷ്യൻ്റെയും ജീവിതം പൂർണ്ണമാകില്ല. കുരിശാണ് ഒരുവൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം പൂർത്തീകരിക്കുന്നത്.
കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ ജീവിത കുരിശുകൾ അത് വഹിക്കാൻ ഞങ്ങളുടെ ചുമലുകൾക്ക് അങ്ങ് ബലം തരണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. മൂന്നാം സ്ഥലം, ഈശോ 1-ാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് കുരിശുമായി വീഴുകയാണ്. പടയാളികളുടെ മർദ്ദനങ്ങളുണ്ട്. ഗാഗുൽത്തായിലേക്കുള്ള വഴിയിലെ പ്രതിസന്ധികളുണ്ട്. ഞങ്ങളും ജീവിതത്തിൽ വീണു പോകുന്നവരാണ്. പക്ഷെ ഞങ്ങളുടെ അഹങ്കാരം സമ്മതിക്കില്ല. ഞങ്ങൾ വീഴാത്തവരാണെന്ന ധാർഷ്ട്യത്തോടെ ഞങ്ങൾ മാത്രമാണ് ശരിയെന്ന അഹങ്കാരത്തോടെയാണ് ഞങ്ങളുടെ ജീവിതം. വീണതൊന്നും സമ്മതിക്കില്ല. വീഴാത്തവരാണെന്നുള്ള വല്ലാത്ത ബോധ്യത്തോടെ പറയുന്നതും ചെയ്യുന്നതും ഞാൻ മാത്രമാണ് ശരിയെന്ന അഹങ്കാരത്തോടെ ജീവിച്ചു പോവുകയാണ്. കർത്താവേ, വീഴുന്നവരാണ് ഞങ്ങളെന്ന് എളിമയോട് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 4-ാം സ്ഥലം, ഈശോ തൻ്റെ അമ്മയെ കാണുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. അമ്മയും മകനും തമ്മിലുള്ള കൂടിക്കാഴ്ച, സ്നേഹത്തിൻ്റെ ഒരു മഹാപ്രവാഹമാണ് നടക്കുന്നത്. അമ്മയുടെ ഹൃദയം നിറയെ ഈ മകനോടുള്ള സ്നേഹമാണ്. മകൻ്റെ ഹൃദയം നിറയെ അമ്മയാണ്. മരണത്തിലേക്കാണ് മകൻ നടന്നെടുക്കുന്നതെന്ന് അമ്മയ്ക്കറിയാം. നെഞ്ചു കലങ്ങിയാണ് അവൾ ഈ മകൻ്റെ പിന്നാലെ നടക്കുന്നത്. തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിൽ മരണത്തോളം കൂടെ നടക്കുന്ന മനുഷ്യരുണ്ട്. ഏറ്റവും അടുത്ത ബന്ധങ്ങൾ, അവരെ പക്ഷെ ഞങ്ങൾ വേണ്ട വിധം ഗൗരവത്തിലെടുക്കുന്നില്ല. പ്രത്യേകിച്ച് ജീവിത പങ്കാളി, അവസാനത്തെ ശ്വാസം വരെ കരം പിടിച്ച് നിൽക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് അവരാണ്. മാതാപിതാക്കൾ, എൻ്റെ മക്കൾക്ക് ഒരു കുറവും വരരുതെന്ന് കരുതി അവർക്ക് വേണ്ടി ജീവിക്കുന്ന മാതാപിതാക്കൾ. മക്കൾ തങ്ങളുടെ മാതാപിതാക്കളെ എങ്ങനെയാണ് ശുശ്രൂഷിക്കേണ്ടതെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്നവർ. സഹോദരങ്ങൾ, സാധിക്കുന്ന വിധത്തിലൊക്കെ താങ്ങും തണലുമായി നിൽക്കുന്നവർ. ഇവരാണ് ഏറ്റവും അടുത്തുള്ളത്. ഏറ്റവും അടുത്തുള്ളവരെ പക്ഷെ പലപ്പോഴും നമ്മൾ അവഗണിക്കുകയാണ്. എന്നിട്ട് അകലെയുള്ള സ്നേഹങ്ങൾ തേടിപ്പോകുന്ന ശുദ്ധമണ്ഡരായി ഞങ്ങൾ തീരുന്നു. ഈശോയെ, ഞങ്ങളുടെ ഏറ്റവും അരികിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ മാതാപിതാക്കളെ, ജീവിത സഖിയെയൊക്കെ അധികമായി സ്നേഹിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 5-ാം സ്ഥലം, ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ
വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പാടത്തുനിന്ന് കയറി വരുന്ന കൗറിയങ്കാരനായ ഈ സാധു മനുഷ്യൻ ശിമയോൻ, അയാൾക്ക് കിട്ടിയ മഹാഭാഗ്യമാണ് ഈശോയുടെ കുരിശ്. ശിമയോന്റെ മക്കളുടെ പേര് അലക്സാണ്ടറും റോപ്പസുമാണ്. അലക്സാണ്ടറിൻ്റെയും റോപ്പസിൻ്റെയും കഥകളൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അവരുടെ മേൽവിലാസം അത് അപ്പൻ ചുമന്ന കുരിശാണ്. വീട്ടുപേരിൻ്റെ കുലീനതയും ആഢ്യത്വവും ഒക്കെ വിളമ്പാറുണ്ട്. ചിലപ്പോൾ കരുതും അവർക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ വലിപ്പമാണെന്ന്. ഇതൊന്നുമല്ല യഥാർത്ഥമായ മേൽവിലാസം. മക്കൾക്ക് ബാക്കി വയ്ക്കാനായിട്ട് ഒരപ്പന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല മേൽവിലാസം അയാൾ മറ്റുള്ളവർക്ക് വേണ്ടി ചുമന്ന കുരിശാണ്. അപരന് വേണ്ടി കുരിശ് ചുമക്കാൻ, അപരന് വേണ്ടി കുരിശ് ചുമക്കാൻ ഞങ്ങളുടെ ഉള്ളിൽ ആത്മാവ് തോന്നിപ്പിക്കട്ടെ. ഞങ്ങൾ ചുമക്കുന്ന കുരിശുകളിൽ ഈശോയെ, നിന്റെ കുരിശിൻ്റെ ബാക്കി പത്രങ്ങളുണ്ട്. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ആറാം സ്ഥലം, വെറോനിക്ക ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. എന്തൊരു ധൈര്യമുള്ള സ്ത്രീയാണ് വെറോനിക്ക. പടയാളികൾ അവനെ അതിക്രൂരമായി മർദ്ദിക്കുകയാണ്. ജനക്കൂട്ടം അവനെ കൊല്ലുക എന്ന് ആക്രോശിക്കുകയാണ്. അതിൻ്റെ ഇടയിലൂടെ ഒരു സ്ത്രീ, അവൾ എത്രയോ സാഹസികമായിട്ടാണ് ഈശോയുടെ അരികിലേക്ക് അണയുന്നത്. സ്നേഹിക്കലാണ് ഏറ്റവും വലിയ സാഹസികത. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഞങ്ങൾക്ക് പേടിയാണ് സ്നേഹിക്കാൻ. മറ്റുള്ളവരെന്ത് കരുതും? പ്രത്യേകിച്ച് ഒറ്റപ്പെട്ടവനെ, കഴിവില്ലാത്തവനെ, മാറ്റി നിർത്തിയവനെ സമൂഹത്തിൻ്റെ വിളുമ്പിലേക്ക് അകറ്റിയവനെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ഞങ്ങൾക്കതിനുള്ള ധൈര്യമില്ല. പക്ഷെ ഇങ്ങനെ മുറിവേറ്റവനെ, നിസ്സഹായനെ, നഗ്നനായവനെ, ആരുമില്ലാത്തവനെ സ്നേഹിക്കുമ്പോൾ, അവരിലേക്ക് കരുണയുടെ കരം നീട്ടുമ്പോൾ ഞങ്ങളുടെ ഹൃദയഭിത്തികളിൽ ഈശോയെ, നിന്റെ തിരുമുഖം പതിയുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കരുണ കാണിക്കാൻ ഞങ്ങളുടെ അകങ്ങളെ അങ്ങ് പാകപ്പെടുത്തണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഏഴാം സ്ഥലം, ഈശോ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോയെ, ഞങ്ങൾ വീഴുന്നത് പലപ്പോഴും ഞങ്ങളുടെ ജഡികമായ ആസക്തികളിലാണ്. വചനം മാംസമാകേണ്ടതിന് പകരം മാംസം വല്ലാതെ ചീഞ്ഞു പോകുന്നു. മാംസത്തിന് വേണ്ടി ഞങ്ങൾ ജീവിച്ചു പോകുന്നു. ഈശോനാഥ, ഞങ്ങളുടെ ആസക്തികളെ അതിൽ തട്ടി വീഴാതെ എഴുന്നേൽക്കാൻ
നിർമ്മലമായൊരു ഹൃദയം, ജീവിത വിശുദ്ധി അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ വല്ലാതെ പ്രലോഭനങ്ങളിൽ കുടുങ്ങിപ്പോകുമ്പോൾ ആ നഷ്ടപ്പെട്ടു പോയ ആടിനെ കണ്ടെത്തി അതിൻ്റെ മുൾപ്പടർപ്പിൽ നിന്ന് എടുത്തതുപോലെ ഞങ്ങളെ നീ എടുത്ത് നിൻ്റെ തോളത്ത് വെച്ച് ആനന്ദ നൃത്തം ചവിട്ടണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. എട്ടാം സ്ഥലം, ഈശോ ജെറുസലേം സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ജെറുസലേം മുഴുവൻ ഒരുതരം ഭീകരമായ ഇരുണ്ട അന്തരീക്ഷമുണ്ട്. കാരണം ഒരു ജനത ആവശ്യപ്പെടുകയാണ് ഒരുവനെ കൊല്ലണമെന്ന്. പക്ഷെ അവിടെ കുറച്ച് സ്ത്രീകൾ, അവർ വല്ലാതെ സ്നേഹം കൊണ്ട് നന്ദി നിറഞ്ഞവരായി കണ്ണുകളിൽ നനവ് സൂക്ഷിക്കുന്നവരാണ്. കാരണം അവരൊന്നും മറന്നിട്ടില്ല. അവർക്ക് ഓർമ്മയുണ്ട്, അവരുടെ മക്കളെയാണല്ലോ അവൻ വഴി നടത്തിയത്, തളർന്നവനെ താങ്ങിയത്, അന്ധന് കാഴ്ച കൊടുത്തത്, ചെകിടന് കേൾവി കൊടുത്തത്. അവരുടെ മക്കളിലുള്ള പിശാചുക്കളെയാണല്ലോ അവൻ പുറത്താക്കിയത്, കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയത്, മരിച്ചവരെ ഉയർപ്പിച്ചത്. അവൻ്റെ വാക്കുകൾ തേൻ പോലെ മധുരിച്ചതാണല്ലോ അവരുടെ കാതുകളിൽ. അവൻ്റെ ഹൃദയം അവർ തൊട്ടറിഞ്ഞതാണ്. അവരൊന്നും മറക്കുന്നില്ല. ഈശോയെ, പലപ്പോഴും ജീവിതത്തിൽ വല്ലാതെ മറവി ബാധിച്ചിട്ടാണ് ഞങ്ങളുടെ കണ്ണുകളിൽ നനവില്ലാത്തത്. ഒന്ന് ഓർത്തെടുത്താൽ ദൈവം എന്തുമാത്രം കരുണയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞതെന്ന് ഒന്ന് ഓർത്തെടുത്താൽ ഞങ്ങളുടെ കണ്ണുകൾ നനവുള്ളതായിത്തീരും. ഈശോയെ പ്രതി ഒന്ന് കരയാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഒമ്പതാം സ്ഥലം, ഈശോ 3-ാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോ മുഖമടച്ച് നിലത്ത് വീഴുകയാണ്. വല്ലാതെ തളർന്നുപോയി, തകർന്നുപോയി. ഇനി എഴുന്നേക്കാൻ പറ്റുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. ഈശോ, ജീവിതത്തിൽ ഞങ്ങൾ പലപ്പോഴും ഇങ്ങനെ വീണു പോകുന്നുണ്ട്. ഈശോയെ, ജീവിതത്തിൽ ഇങ്ങനെ പലപ്പോഴും ഞങ്ങൾ വീണു പോകുന്നുണ്ട്. വല്ലാതെ നിരാശപ്പെട്ടു പോകുന്നുണ്ട്. ഞങ്ങൾക്കിനി എഴുന്നേൽക്കാൻ കഴിയില്ലെന്ന്, ഞങ്ങൾ തീർന്നുപോയി എന്ന്, ഞങ്ങൾ പാതാളത്തോളം താഴെപ്പോയി എന്ന് ഞങ്ങൾ നിരാശപ്പെടുന്നു. പ്രതീക്ഷകളെല്ലാം മറ്റുപോകുന്നതാണ് ജീവിതത്തിൻ്റെ വലിയ ദുരന്തം. ഈശോയെ, ഞങ്ങൾക്ക് ബലം തരണമേ. നിന്റെ കുരിശിൽ പിടിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ, ഏത് പാതാളക്കുഴിയിൽ നിന്നും എഴുന്നേൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന
ഉറച്ച വിശ്വാസം തരണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 10-ാം സ്ഥലം. ഈശോയുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഗാഗുൽത്താ മലയെത്തി. അവനെ ക്രൂശിക്കാനുള്ള പുറപ്പാടിലാണ്. അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. മാനസികമായി തകർക്കുകയാണ്. പടയാളികൾ അവൻ്റെ മുഖത്ത് തുപ്പി, അവൻ്റെ കവിളത്ത് ആഞ്ഞടിച്ചു. എന്നിട്ട് ആരാണടിച്ചതെന്ന് പറയാൻ പറഞ്ഞ് അവനെ പരിഹസിച്ചു. അവൻ്റെ തലയിൽ കിരീടത്തിന് പകരം മുൾമുടി ചാർത്തിവെച്ച് രക്തപങ്കിലമാക്കി. അവൻ്റെ കയ്യിൽ ചെങ്കോലിന് പകരം ഞാങ്ങണ ചേർത്ത് പിടിപ്പിച്ചു. പരിഹാസത്തിൻ്റെ, കളിയാക്കലുകളുടെ, വിമർശനത്തിൻ്റെ പുതിയൊരു ലോകം. ഈശോയെ, ഞങ്ങളും ജീവിതത്തിൽ ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഞങ്ങൾ മറ്റുള്ളവരെ കളിയാക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, വിമർശിക്കുമ്പോൾ, കുറ്റപ്പെടുത്തുമ്പോൾ, വിധിക്കുമ്പോൾ അവനെ തുണിയുരിഞ്ഞ് നാണം കെടുത്തുകയാണ്. ആരെയും നാണം കെടുത്താതിരിക്കാൻ, ആരെയും പരിഹസിക്കാതിരിക്കാൻ, ആരെയും മോശക്കാരായി ചിത്രീകരിക്കാതിരിക്കാൻ ഞങ്ങളുടെ ആത്മാവിന് വിശുദ്ധിയുടെ വസ്ത്രം തരണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. പതിനൊന്നാം സ്ഥലം. ഈശോയെ കുരിശിൽ തറയ്ക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. അവൻ്റെ കൈകളും കാലുകളും കുരിശുമരത്തോട് ചേർത്ത് വെച്ച് കാരിരുമ്പാണി ആ മാംസത്തിലേക്ക് ആഴ്ത്തിവെച്ച് വലിയ ചമ്മട്ടി കൊണ്ട് ആഞ്ഞടിക്കുകയാണ്. ചിതറിത്തെറിക്കുന്ന രക്തം, മാംസകഷ്ണങ്ങൾ, വാവിട്ട നിലവിളി. ഈശോയെ, നീ എന്തിനാണ് ഇത്രമാത്രം കരയുന്നത്, ഇത്രമാത്രം സഹിക്കുന്നത്? ഈ സാധു മനുഷ്യർക്ക് വേണ്ടിയല്ലേ? കാരുണ്യവാനായ തമ്പുരാനെ, സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കുക എന്നാണെന്ന്. അത് കൈകളിലും കാലുകളിലും ആണിപ്പഴുതുകൾ ഏറ്റുവാങ്ങുക എന്നതാണെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ഇത്രമാത്രം ഈ ലോകത്തെ സ്നേഹിച്ച ദൈവത്തിൻ്റെ പുത്ര, സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. പന്ത്രണ്ടാം സ്ഥലം. ഈശോ കുരിശിൽ മരിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു.
ഏലിയേ ലമാ സബക്താനി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? ദൈവം പോലും ഉപേക്ഷിച്ചു എന്ന് ഈശോ കരുതിയ നിമിഷമാണത്. സഹനത്തിൻ്റെ ഉത്തുംഗം. എന്നിട്ടും അവൻ്റെ മരണം എന്ത് മനോഹരമാണ്. ഉത്തരവാദിത്തങ്ങളേൽപ്പിച്ച്, അമ്മയെ ശിഷ്യനേൽപ്പിച്ച്, ശിഷ്യരെ അമ്മയ്ക്കേൽപ്പിച്ച്, തന്നെ ക്രൂശിച്ചവരോട് പോലും പൊറുത്തുകൊണ്ട്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം പൂർത്തിയായി. പിതാവേ, എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിലേക്ക് നൽകി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കുക. എൻ്റെ പൊന്നു തമ്പുരാനെ, ഇങ്ങനെ സ്വർഗസ്ഥനായ അപ്പൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. പതിമൂന്നാം സ്ഥലം. ഈശോയുടെ മൃതദേഹം അമ്മയുടെ മടിയിൽ കിടത്തുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. സങ്കടങ്ങളുടെ നീലക്കടലാണമ്മ. ഗബ്രിയേൽ ദൂതൻ മംഗളവാർത്ത പറഞ്ഞപ്പോ, ഇതാ കർത്താവിൻ്റെ ദാസിയെന്ന് മറുപടി പറഞ്ഞപ്പോ, അപ്പോൾ തുടങ്ങി അമ്മയുടെ ജീവിതത്തിൽ ഒന്നിന് പിറകെ ഒന്നായി വ്യാകുലങ്ങൾ. അവസാനം ഈ കുരിശിൻ്റെ ചുവട്ടിൽ ഒറ്റമുറിവായി തീർന്ന ഈ മകൻ്റെ കരുവാളിച്ച മൃതദേഹം അമ്മ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ അമ്മയുടെ ഉള്ളിൽ എന്തുമാത്രം സങ്കടങ്ങളായിരിക്കും. ദുഃഖത്തിൻ്റെ കണ്ണുനീരിൻ്റെ ഒരു കടലാണ് അവൾ. എന്നിട്ടും ഒരല്പം പോലും തുളുമ്പിപ്പോകാതെ അവൾ അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. പരിശുദ്ധ അമ്മേ, ഇങ്ങനെ തുളുമ്പിപ്പോകാതെ സഹിക്കാനായിട്ട്, പരാതി പറയാതെ സഹിക്കാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. പതിനാലാം സ്ഥലം. ഈശോയുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈ കല്ലറ ലോകത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയുടെ കല്ലറയാണ്. പലപ്പോഴും നമ്മൾ കരുതുന്നത് കല്ലറ അവസാനത്തെ ഇടമാണെന്നാണ്. എല്ലാം തീർന്നു എന്ന് കരുതുന്ന ഇടം. പക്ഷേ ഈശോയുടെ കല്ലറ അതല്ല. സകല മനുഷ്യർക്കും വേണ്ടിയുള്ള ഏറ്റവും വലിയ പ്രത്യാശയുടെ, പ്രതീക്ഷയുടെ ഇടമാണത്. അവിടെ ഇനി ബാക്കിയുണ്ടാകുന്നത് ശൂന്യതയാണ്. ഒരു കച്ച അവിടെ ചുരുട്ടി വച്ചിട്ടുണ്ടാകും. മാലാഖമാർ വന്ന് കല്ലുരുട്ടി മാറ്റിയിട്ടുണ്ടാകും. അകത്തൊന്നുമില്ല, ശൂന്യത. ശൂന്യതയാണ് ഈ കല്ലറയിലെ ശൂന്യതയാണ് ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ. ശൂന്യതയിൽ വലിയ ഉത്ഥാനത്തിൻ്റെ പ്രത്യാശയുണ്ടെന്ന്
ഞങ്ങളെ പഠിപ്പിക്കുന്ന തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിൽ ശൂന്യമായി ഇനിയൊന്നുമില്ല എന്ന് കരുതുന്നിടത്ത് ഉത്ഥാനമുണ്ടെന്ന്, വലിയൊരു ഉയർപ്പുണ്ടെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. സമാപന പ്രാർത്ഥന. നിത്യനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവിതക്കുരിശുമായിട്ടുള്ള യാത്രയിൽ ചില സമയത്ത് ഞങ്ങൾ വല്ലാതെ പതറിപ്പോകുന്നവരാണ്. ഞങ്ങൾ വീണവരാണ്. ഞങ്ങൾ നിസ്സഹായരാണ്. സ്നേഹിക്കാൻ പോലും ഞങ്ങൾക്ക് ചിലപ്പോൾ ഭയമാണ്. നിരാശപ്പെട്ടു പോകുന്നു. കർത്താവേ, നിന്റെ കുരിശിൻ്റെ വഴിയിലൂടെ നടക്കുമ്പോൾ ഞങ്ങൾക്ക് കുരിശാണ് ഏറ്റവും വലിയ ബലം. ഞങ്ങളുടെ നട്ടെല്ലുകൾക്ക് അത് ബലം തരുന്നു. സഹിക്കാനായി ഞങ്ങൾക്ക് കരുത്ത് തരുന്നു. ഞങ്ങളെ വീണ്ടും വീണ്ടും ഉയർപ്പിൻ്റെ പ്രത്യാശയിലേക്ക് എഴുന്നേൽപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഈ കൊച്ചു പ്രാർത്ഥനകളെ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. പരിശുദ്ധ അമ്മേ, തുണയായി നിൽക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. മനസ്താപ പ്രകരണം. എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനുപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങേയും ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായി തീർന്ന് ഞാൻ ഗതിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപസാഹചര്യങ്ങൾ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ ഞാൻ സന്നദ്ധനായിരിക്കുന്നു. ആമേൻ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.